നമസ്കാരം. ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബി.ജെ.പിക്ക് എങ്ങനെയാണ് ഇത്രയധികം ശതമാനം വോട്ട് കിട്ടിയത്? ആ രഹസ്യങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് പിണറായി വിജയനുമായിട്ടുള്ള ധാരണപ്രകാരം CPM വോട്ട് ബി.ജെ.പിക്ക് മറയ്ക്കുക എന്നുള്ളത് കൃത്യമായി നടന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം തെളിയിക്കുന്നത്. കുറഞ്ഞ ദിവസങ്ങൾ, ഏകദേശം കഴിഞ്ഞ ഏപ്രിൽ മാസമാണല്ലോ ഇലക്ഷൻ നടന്നത്. ഏപ്രിൽ കഴിഞ്ഞു, മെയ് കഴിഞ്ഞു, ജൂൺ കഴിഞ്ഞ്, ജൂലൈ കഴിഞ്ഞു, 3 മാസം പിന്നിടുമ്പോൾ ഇലക്ഷൻ പെട്ടെന്ന് മാറ്റം വരണമെങ്കിൽ എന്താണ് അതിനർത്ഥം? അതെ, തിരുവനന്തപുരം ജില്ലയിൽ ബി.ജെ.പിയുടെ 4 സീറ്റുകളാണ് CPM തിരിച്ചു പിടിച്ചിരിക്കുന്നത്. ആറ്റിങ്ങലിലെ 2 വാർഡുകൾ, ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലെ 2 വാർഡുകളും അതേപോലെ കരവാരം പഞ്ചായത്തിലെ 2 വാർഡുകളും അവരുടെ സിറ്റിംഗ് സീറ്റുകളായ 2 സീറ്റുകൾ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ സുരേന്ദ്രനും അതേപോലെ മുരളീധരനും എന്താണ് പറയാനുള്ളത്? അതായത് അവർ പറഞ്ഞത് ബി.ജെ.പിക്ക് ശക്തമായ മുന്നേറ്റമുണ്ടായി എന്നാണ് കേരളത്തിൽ. എന്നാൽ ഒരു മണ്ണാങ്കട്ടയും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അവർ പിണറായി വിജയനുമായുള്ള രഹസ്യധാരണ പ്രകാരം ഈ 2 നേതാക്കന്മാർ പിണറായി വിജയനെ താങ്ങി നിർത്തുകയായിരുന്നു. അവരുമായുള്ള ധാരണ പ്രകാരം ലോക്സഭയിലേക്ക് തിരുവനന്തപുരത്തും ആറ്റിങ്ങലും വോട്ട് മറച്ചു പിണറായി വിജയൻ എന്ന് തെളിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്രാവശ്യം അവിടെ ഇലക്ഷൻ റിസൾട്ട്. അവിടെ തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായിട്ട് തിരിച്ച് CPM സ്ഥാനാർത്ഥികളാണ് എല്ലാ സ്ഥലത്തും വിജയിച്ചിരിക്കുന്നത്. അതേസമയത്ത് ലോക്സഭാ ഇലക്ഷനിൽ അവിടെ ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും CPM വോട്ട് ആർക്ക് മറച്ചു കൊടുത്തു? ബി.ജെ.പിക്ക് മറച്ചു കൊടുത്തു എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ 4 സീറ്റുകൾ ഒറ്റയടിക്ക് ബി.ജെ.പിക്ക് നഷ്ടപ്പെട്ടപ്പോൾ പിടിച്ചെടുത്ത സീറ്റ് എവിടെയാണെന്ന് അറിയാമോ? ശോഭാ സുരേന്ദ്രൻ്റെ ആലപ്പുഴ ജില്ലയിലാണ്. അവർ പോയി പ്രസംഗിച്ച സ്ഥലത്ത് ചെറിയനാട് പഞ്ചായത്തിൽ, രാമന്തളിയിൽ, അതായത് ചെറിയനാട് പഞ്ചായത്തിൽ വൻ വിജയമാണ്. അവിടെ 138 വോട്ടുകൾ നേടിക്കൊണ്ട് CPM-നെയും കോൺഗ്രസിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നേറി എന്നുള്ളതാണ് സത്യം. അതായത് ശോഭാ സുരേന്ദ്രന് എവിടെ പ്രസംഗിച്ചോ അവിടെ വൻ വിജയം നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. അവിടെ ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. അതേപോലെ സുരേഷ് ഗോപി, നമുക്കറിയാം തൃശ്ശൂരിൽ പാവറട്ടിയിൽ ബി.ജെ.പി 348 വോട്ടിനാണ് ജയിച്ചത് എന്ന് പറയുമ്പോൾ എന്തുമാത്രം ശക്തമായ മുന്നേറ്റമാണ് അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. അവിടെ 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് SDPI ആണ്. 3ാം സ്ഥാനത്ത് UDF, 4ാം സ്ഥാനത്താണ് CPM എന്ന് ഓർക്കണം. അതായത് പാവറട്ടിയിൽ വൻ വിജയം നേടി ബി.ജെ.പി നേടുമ്പോൾ അതിൻ്റെ നേട്ടമാർക്കാണ്? സുരേഷ് ഗോപിക്കും. അപ്പോൾ സുരേഷ് ഗോപിയുടെയും അതേപോലെ ശോഭാ സുരേന്ദ്രൻ്റെയും മാത്രം വിജയമായിരുന്നു, അല്ലെങ്കിൽ സരസുവിൻ്റെയും കൂടി മാത്രം വിജയമാണ് കഴിഞ്ഞ തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ നടന്നിരിക്കുന്നത്. അത് അവർ വീണ്ടും പിന്തുടരുമ്പോൾ കേരളത്തിലെ ബി.ജെ.പിക്ക് എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ തവണ കേരളത്തിലെ മൊത്തം വിജയം വന്നപ്പോൾ അതിൻ്റെ അവകാശികളായി, ഭൂമിയിലെ അവകാശികൾ എന്ന നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പാമ്പുകൾ, ചേരട്ടകൾ, തേളുകൾ, എലികൾ, കുർക്കന്മാർ, അങ്ങനെ സകലമാന ഭൂസോട്ടകളും അവകാശികളാണ് ഭൂമിയുടെ എന്ന് പറയുന്നുണ്ട്. അതേപോലെ ബി.ജെ.പിയുടെ കഴിഞ്ഞ തവണത്തെ വിജയം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ അടക്കം വിജയിച്ചിട്ടുള്ള ഇതും, ശോഭാ സുരേന്ദ്രന് 3 ലക്ഷത്തോളം വോട്ട് കിട്ടിയിട്ടുള്ളതും, ആലത്തൂരിൽ 1,80,000-ഓളം വോട്ട് കിട്ടിയിട്ടുള്ളതുമായ കാര്യങ്ങൾ എല്ലാം തന്നെ അവരുടെ വിജയമാണ്. കേരളത്തിൽ 20% വോട്ടായി വർദ്ധിച്ചു. അതുകൊണ്ട് ഇനി ഞാൻ പ്രസിഡന്റായി തുടരും, ഞാനാണ് പ്രസിഡന്റ്, ഞാൻ നിൽക്കുമ്പോൾ അവിടെ വൻ വിജയം നേടും എന്ന് പറഞ്ഞ് അഹങ്കരിച്ച, അത് പറഞ്ഞ് പ്രസിഡന്റ് സ്ഥാനത്ത് ഒരു എളുപ്പമില്ലാതെ തുടരുന്ന പിണറായി വിജയന്റെ വാലാട്ടികളായ മുരളീധരൻ, സുരേന്ദ്രൻ ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ കൃത്യമായി പറഞ്ഞാൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന അടൂർ പ്രകാശുമായിട്ടുള്ള ധാരണയിലാണ് അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ ശക്തമായ ഏകദേശം 40,000 വോട്ടുകൾ മറിച്ചു കിട്ടിയത്. അതിന് കാരണം അടൂർ പ്രകാശിന് അവിടെ ജയിക്കണം താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് കോന്നിയിൽ മത്സരിച്ച് അടുത്ത മുഖ്യമന്ത്രിയാവുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. ഇതോടൊപ്പം തന്നെ അവിടെ CPM-ന്റെ വോട്ട് പിണറായി വിജയന്റെ ഗ്യാങ് മറച്ചു കൊടുത്തു. ജോയ് വർക്കലയുടെ വോട്ടുകൾ മറഞ്ഞുപോയി ബി.ജെ.പിക്ക്. അങ്ങനെയാണ് അവിടെ വോട്ടുകൾ ഒരു ഏകദേശം ഈക്വൽ ഫൈറ്റിൽ മുരളീധരന് വോട്ട് വന്നത്. ഈ രാഷ്ട്രീയ കച്ചവടത്തിലാണ്. അതിൻ്റെ പിന്നിൽ പിണറായി വിജയനാണ്. അവിടെയുള്ള എന്നാൽ വർക്കല ജോയ് അവിടെ ഒരു ശക്തമായ മത്സരം കാഴ്ചവെച്ചു. കുറേ കോൺഗ്രസ് പ്രവർത്തകരെ, നേതാക്കന്മാരെ രാജിവെപ്പിച്ചു. വാർഡ് മെമ്പർമാരെയും അതേപോലെ പഞ്ചായത്ത് മെമ്പർമാരെയും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെയും. അങ്ങനെയാണ് അവിടെ വിജയം നേടിയത്. CPM-ന്
അവിടെ ശക്തമായ അടിത്തറയിൽ യാതൊരു മാറ്റവും ഇല്ലെന്നും എന്നാൽ പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്ത് BJPക്ക് വോട്ട് ചെയ്തതാണ് ആറ്റിങ്ങലും തിരുവനന്തപുരത്തും വോട്ട് മറയാൻ കാരണമെന്നും BJPക്ക് വോട്ട് കൂടാൻ കാരണമെന്നും ഈ ഉപതെരഞ്ഞെടുപ്പിലെ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് നമ്മുടെ കെ സുരേന്ദ്രൻ V മുരളീധരനും പറയാനുള്ളത്? നമുക്കറിയാം കേരളത്തിൽ 2020 മുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയത് മുതൽ പിണറായി വിജയൻ കള്ളനാണ്, പെരുങ്കള്ളനാണ്, അദ്ദേഹവും ഭാര്യയും മകളും കൂടിയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയത്, ഇവരെ അറസ്റ്റിലാകുമെന്ന് പറഞ്ഞ മഹാന്മാരാണ് ആര്? V മുരളീധരനും കെ സുരേന്ദ്രനും. പിന്നീട് ഡോളർ കടത്ത് നടത്തിയപ്പോഴും ഇതേ കാര്യം പറഞ്ഞു, ലൈഫ് മിഷൻ തട്ടിപ്പ് വന്നപ്പോഴും പറഞ്ഞു, അവസാനം മാസപ്പടി വിവാദം വന്നപ്പോൾ പോലും വിളിച്ചു പറഞ്ഞു പിണറായി വിജയൻ അറസ്റ്റിലാകാൻ പോകുന്നെന്ന്. ഒരു മണ്ണാങ്കട്ടയും ഇല്ല, അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇവർ തമ്മിലുള്ള ലോക്സഭാ ഇലക്ഷനിലേക്കുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അവരെ സംബന്ധിച്ച് നിയമസഭാ ഇലക്ഷനിലെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കഴിഞ്ഞ നിയമസഭയിലും ലോക്സഭയിലും ഉണ്ടായിട്ടുള്ള മാറ്റത്തിന് കാരണം. കഴിഞ്ഞ നിയമസഭയിൽ 67 സ്ഥലങ്ങളിൽ BJP വോട്ട് ചെയ്തതുകൊണ്ടാണ് പിണറായി വിജയന് 99 സീറ്റുകൾ LDFന് കിട്ടാൻ കാരണം. അതേസമയത്ത് BJPക്ക് ചെയ്ത വോട്ടുകളിൽ 5 സീറ്റുകളിൽ തൊപ്പിയിട്ടു എന്ന് മാത്രം. അപ്പോൾ കഴിഞ്ഞ തവണ കണ്ട ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് BJPക്ക് ചില സ്ഥലങ്ങളിൽ ഉണ്ടായ മുന്നേറ്റം എന്ന് പറയുന്നത് വെറും ഗിമ്മിക്കാണ്, വെറും തട്ടിപ്പാണ്. അതേസമയത്ത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വഴി ഉണ്ടായുള്ള മുന്നേറ്റവും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വഴിയുള്ള മുന്നേറ്റവും നിലനിൽക്കുന്നു. ബാക്കി ഒരു സ്ഥലത്തും കേരളത്തിൽ BJPക്ക് വേര് പിടിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ തവണത്തെ വിജയത്തിൻ്റെ ഉത്തരവാദിത്തം, വിജയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും താനാണ്, തൻ്റെ കീഴിലാണ് വിജയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് എട്ടുകാലി മമ്മൂഞ്ഞായി ചമഞ്ഞിരുന്ന V മുരളീധരനും കെ സുരേന്ദ്രനും ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? അതായത് അണ്ടികളഞ്ഞ അണ്ണാന്മാരെ പോലെയാണ് അവരിപ്പോൾ. കഴിഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിൽ ശരിയായ സത്യം പുറത്ത് മറനീക്കി വന്നിരിക്കുന്നു. 1000 സ്വർണ്ണപാത്രങ്ങൾ കൊണ്ട് മൂടി വെച്ചാലും സത്യം സത്യമായി വരും. ഉള്ളി സുര എന്ന് പറയുന്ന കെ സുരേന്ദ്ര, അതേപോലെ V മുരളീധരൻ, എന്തിനാണ് ഈ അഭ്യാസങ്ങൾ? നിങ്ങളൊക്കെ തലകുത്തി മറിഞ്ഞാലും കേരളത്തിൽ BJPയെ വളർത്താൻ കഴിയില്ല. കാരണം നിങ്ങളുടെ കീഴിൽ ഇവിടെയുള്ള BJP ആണെങ്കിൽ നിങ്ങൾ വെറുപ്പാണ്, അറപ്പാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നടത്തിയ പിണറായി വിജയനുമായി നടത്തിയ കച്ചവടമാണ് നിങ്ങളോടുള്ള വിരോധം, അല്ലാതെ വേറെയൊന്നുമല്ല. നിങ്ങൾ പാർട്ടി വളർത്താനല്ല, നിങ്ങളുടെ പോക്കറ്റ് വീർപ്പിക്കാനാണ് കെ സുരേന്ദ്രനും V മുരളീധരനും അതേപോലെ യൂസഫ് അലിയും പിണറായിയും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടാണ് കേരളത്തിൽ ഇപ്പോഴും ഭരണം നടക്കുന്നത്. അവർ നടത്തുന്ന ഇവിടെയുള്ള വലിയ കച്ചവടങ്ങൾ, അതിൽ കമ്മീഷൻ പറ്റുന്ന ആൾക്കാരാണ് ഇവരെന്ന് BJP നേതൃത്വം പലരുമാണ് ഇപ്പോൾ വിളിച്ചു പറയുന്നത്. ഇവർക്ക് ആയിരക്കണക്കിന് കോടി രൂപയുടെ ആസ്തി നിക്ഷേപങ്ങൾ യൂസഫ് അലിയുടെ കമ്പനിയിലടക്കമുണ്ടെന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മളെ BJP പ്രവർത്തകർ അറിയിക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ലുലു തിരുവനന്തപുരത്തിൻ്റെ മുന്നിൽ സത്യാഗ്രഹം ഇരിക്കാത്തത്? ഇപ്പോൾ പ്രകൃതി ദുരന്തം ഉണ്ടായിരിക്കുമ്പോൾ ആക്കുളം കായലിലും അതേപോലെ പാർവതി പുത്തനാരും കയ്യേറിക്കൊണ്ടാണ് തിരുവനന്തപുരത്ത് ലുലു മാൾ നിർമ്മിച്ചത്. എറണാകുളം ലുലു മാൾ നിർമ്മിച്ചത് എവിടെയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. ഇടപ്പള്ളിയിലെ തോട് മൂടിയിട്ടാണ്, അതിൻ്റെ മുകളിൽ കൂടിയാണ് ഇടപ്പള്ളി ഇവിടെ ഇതുണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെയാണ് ഇപ്പോൾ കണ്ണാടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ലുലു മാൾ ഉണ്ടാക്കിയ അടിഭാഗത്ത് അവിടെയൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ് ഇത്തവണ. കോഴിക്കോട് പുഴ തന്നെ ഒരു കഷ്ണം മുറിച്ച് മാറ്റി കൊടുത്തിരിക്കുകയാണ് ഇവർക്ക് വേണ്ടിയിട്ട്. കാരണം അതിന് പകരം വേറെ സ്ഥലത്ത് സ്ഥലം കൊടുത്തിരിക്കുകയാണ് നിയമവിരുദ്ധമായിട്ട്. ഇതിനൊന്നും ചോദ്യം ചെയ്യാൻ പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ യൂസഫ് അലിക്കെതിരെ ചോദ്യം ചെയ്യാൻ ധൈര്യമില്ലാത്ത ആളുകൾ, ധൈര്യമില്ലാത്തതെന്നല്ല, ധൈര്യമുണ്ട്. പക്ഷെ കച്ചവടം ചെയ്തുകൊണ്ട് കച്ചവടക്കാരായി മാറിയ 2 പേർക്ക് എങ്ങനെ ശബ്ദിക്കാൻ പറ്റും? കേരളത്തിലെ BJPയെ മുച്ചൂടും നശിപ്പിക്കുന്ന ഈ 2 പേരെയും അടിച്ചോടിക്കാതെ ഈ BJP വളരില്ല എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.